നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓണമൊക്കെ എവിടം വരെ എത്തി? അപ്പോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 33 ദൈവങ്ങൾ എന്ന് പറയുന്ന ഹിന്ദു പുരാണങ്ങൾ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ 33 ദേവഗണങ്ങൾ എന്ന് പറയുന്നത് അത് എന്തിനെയാണ്? ആരൊക്കെയാണ്? നല്ല ചോദ്യമാണല്ലേ? ഈ 33 ദേവഗണങ്ങളെയും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നാലോ? ഓരോ ദേവഗണങ്ങളുടെയും പേര് സഹിതം ഞാൻ പറയാം. എല്ലാമൊന്നും എനിക്ക് ബൈഹാർട്ട് അറിയില്ല. അപ്പൊ ഞാൻ നോക്കി പറയേണ്ടി വരും. എല്ലാവരും സഹിച്ചോളണം. അപ്പോ 33 ദേവഗണങ്ങളും നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ എന്താണ് എന്നും ഏതൊക്കെയാണെന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ തയ്യാറല്ലേ? വീഡിയോ അവസാനം വരെ കാണണം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെങ്കിൽ. ഓക്കെ. ഈ കോട്ടി എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് ഏറ്റവും വലിയ വിഷയം. കോട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃതത്തിലാണ് നമ്മുടെ വേദങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ സംസ്കൃതത്തിൽ എഴുതിയ വേദങ്ങൾ കോട്ടി എന്ന് പരിഭാഷ വരുത്തി നമ്മളുടെ മലയാളം പോലെ, ഹിന്ദി പോലെ, മറാഠി പോലെ, തമിഴ് പോലുള്ള ലാംഗ്വേജുകളിലേക്ക് മാറിയപ്പോഴേക്കും 33 കോട്ടി എന്നുള്ളത് കോടിയായി മാറി. കോടിയായാൽ എന്താ പ്രശ്നം? ആ അപ്പോ കോടിയായാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, കോട്ടി എന്ന് പറഞ്ഞാലുള്ള അർത്ഥം മാറിപ്പോയി. കോട്ടി എന്നുള്ള അർത്ഥം എന്താണ്? ടൈപ്സ് എന്ന അർത്ഥം. കോടി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കാശ് അല്ലെങ്കിൽ നമ്പർ. കോടിക്കണക്കിന് നമ്പറാണ് അല്ലേ? അപ്പോ കോട്ടി എന്ന് പറയുമ്പോൾ ടൈപ്സ്, കോടി എന്ന് പറയുമ്പോൾ നമ്പർ. അപ്പൊ 33 കോട്ടി എന്ന് പറയുമ്പോൾ 33 തരങ്ങൾ എന്നല്ലേ പറയേണ്ടത്? ഇത് പരിഭാഷ നടത്തിയപ്പോൾ പലപ്പോഴും പലവർക്കും തെറ്റിപ്പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ നമ്മളുടെ സംസ്കൃതത്തിൽ നിന്ന് നമ്മളുടെ റീജിയണൽ ലാംഗ്വേജസിലേക്ക് പരിഭാഷ നടത്തിയപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. അതിൽ മറ്റൊന്നാണ് കൃഷ്ണന്റെ രാസലീല എന്ന് പറയുന്ന സംഭവം. രാസലീലയാണ് ആടിയത്. രാസലീല എന്ന് പറയുന്നത് രതിലീലയാക്കിയത് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അത് രതിലീലയല്ല, അത് രാസലീലയാണ്. എന്താണ് രാസലീല എന്നുള്ളതും പതി ഈ രാസലീല നടത്തിയപ്പോഴാണ് 1000-ഓളം പത്നിമാർക്ക് പതിയായി മാറിയത്. അങ്ങനെയാണ് നമ്മൾ കൃഷ്ണനെ കള്ളക്കാമുകൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. എന്നാൽ കൃഷ്ണന്റെ ആ പ്രായം എന്തായിരുന്നു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കാം. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. 33 കോടി ദേവഗണങ്ങൾ, 33 കോടി ദേവഗണങ്ങൾ, അതല്ലേ ശരി? അപ്പൊ 33 കോടി ദേവഗണങ്ങൾ ആരൊക്കെയാണ്? നമ്മൾ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് ഇതൊന്നുമല്ല നമ്മളുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള 33 കോടി ദേവഗണങ്ങൾ. അപ്പൊ ഏതായിരിക്കും അത്? ഞാനിപ്പോ പറയാം. 12 ആദിത്യന്മാർ, 11 രുദ്രങ്ങൾ, 8 വസുക്കൾ, 2 അശ്വിനി ദേവതമാർ. ഓക്കെ. അപ്പോ നിങ്ങൾ വിചാരിക്കും ഈ 12 ആദിത്യന്മാർ ആരൊക്കെയായിരിക്കും? വായിക്കാം. അതിഥി, ആര്യമൻ, മിത്ര, വരുണ, ദക്ഷ, ഭാഗ, അംശ, സൂര്യ, സവിതർ, പുഷ്പ, ത്വഷ്ട, വിഷ്ണു. എന്നാൽ 11 രുദ്രങ്ങൾ ഏതൊക്കെയാണ്? കപാലി, പിംഗാല, ഭീമ, വിരൂപാക്ഷ, വിലോഹിത, ഷഷ്ട, അജ, അഹിർബുജ്ഞ, ശംഭു, ചണ്ഡ, ഭാവ. ഇനി 8 വസുക്കൾ ഏതൊക്കെയാണ്? 8 വസുക്കളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ഏതൊക്കെയാണ്? അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അഗ്നി, ഭൂമി, കാറ്റ്, അന്തരീക്ഷം, സൂര്യൻ, ആകാശം, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും? അപ്പോൾ നമ്മളുടെ ഈ ലോകത്തുള്ള ഓരോ സാധനത്തിനെയും സനാതന ധർമ്മം ഓരോ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ദൈവഗണങ്ങളായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഇനി അശ്വിനി ദേവതമാർ ആരൊക്കെയാണ്? അപ്പോൾ ഈ അശ്വിനി ദേവതമാർ എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്, ഫിസിഷ്യൻസ് എന്നൊക്കെ പറയുന്ന ഗണത്തിൽ പെട്ടുന്നവരെയാണ് അശ്വിനി ദേവതമാരായിട്ട് കണക്കൂട്ടുന്നത്. ഒന്ന് നസാത്യ, ഒന്ന് ദസ്ര. അപ്പൊ ഇത്രയും പേര് ചേരുമ്പോൾ, അതായത് 12 ആദിത്യന്മാർ, 11 രുദ്രങ്ങൾ, 8 വസുക്കൾ, 2 അശ്വിനി ദേവതമാർ കൂടി ചേരുമ്പോൾ 33 ദേവഗണങ്ങൾ. അത് 33 തരം ദേവഗണങ്ങൾ, 33 കോടി ദേവഗണങ്ങൾ എന്ന് വരുന്നത്. അപ്പൊ ഈ വസുക്കൾ എന്തൊക്കെയാണ്? ശരിക്കും വസുക്കൾ ഇപ്പൊ ഞാൻ കുറെ പേരുടെ പേര് വായിച്ചു. എന്താണ് ഈ വസുക്കൾ? വസുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ഫോഴ്സുകൾ, നാച്ചുറൽ ഫോഴ്സസ്. രുദ്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടുന്ന കാര്യങ്ങൾ, ഒരു ഒരു മനുഷ്യന് ട്രാൻസ്ഫോർമേഷന് വേണ്ടുന്ന കാര്യങ്ങളാണ് രുദ്രങ്ങൾ. ആദിത്യ എന്ന് പറഞ്ഞ കോസ്മിക് പവറിനെ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങൾ. അശ്വിനി ദേവതന്മാർ പറഞ്ഞ ലൈഫ്, ഹെൽത്ത്, ലിവിങ്ങിനെ, നമ്മളുടെ ലൈഫിനും ശാരീരിക ആരോഗ്യത്തിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളാണ് അശ്വിനി ദേവതന്മാർ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ 33 കോടി എന്ന് പറഞ്ഞ 33 കോടി ദേവഗണങ്ങൾ എന്തിനാണ് പറയുന്നത് എന്ന് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ ഈ ലോകത്ത് നമ്മൾ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന പ്രകാരം നമ്മൾ എല്ലാത്തിനെയും ദൈവങ്ങളായിട്ടാണ് കാണുന്നത്. ഏതൊരു സാധനവും നമ്മളുടെ മുമ്പിൽ വരുന്നു, അതില് ദൈവ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ
ഇതെല്ലാം ദൈവങ്ങളാണ്. അപ്പൊ അനവധി ദൈവങ്ങൾ, അനവധി എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും ദൈവഗണങ്ങൾ നമുക്കുണ്ട് എന്ന് പറയുന്നിടത്താണ് നമ്മൾ 33 എന്നുള്ള ഒരു ടേം ഉപയോഗിക്കുന്നത്. അതായത് കൗണ്ട്ലെസ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 33 ദേവഗണങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ആയി മാറിയത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 33 ഈ പതി എന്നുള്ള വാക്ക്, ഇപ്പൊ കൃഷ്ണന്റെ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ പതി എന്നുള്ള വാക്ക്, ഈ പതി എന്നുള്ള വാക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ അതുവരെ തൽക്കാലം നന്ദി, നമസ്കാരം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യാൻ മടിക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ഷെയറും ഞങ്ങൾക്ക് ഇതുപോലുള്ള ഓരോ ഇൻഫർമേഷനും വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രേരണയാകുന്നു. നന്ദി, നമസ്കാരം.